കോടതി പറഞ്ഞിട്ടുണ്ട് വേണ്ട ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തോളാം. കാണിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഒന്ന് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണുന്നത് കോളേജാണ്. ആ കോളേജിന്റെ ഫ്രണ്ടിലാണ് ഈ ശവപ്പറമ്പ് വരുന്നത്. ഇത് ആർക്ക് വേണ്ടി? കോളേജിലെ പിള്ളേര് ശവപ്പറമ്പ് കണ്ടിട്ട് പഠിക്കണോ? ഈ റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ ഈ ബസ് സ്റ്റാൻഡ്, ഈ പിള്ളേര് കച്ചവട സ്ഥാപനങ്ങള്, ഇവിടെയുള്ള ഞങ്ങൾക്ക് സ്ഥാപനം നടത്തുന്നവരാ. ഞങ്ങൾ ഈ സ്ഥാപനം പൂട്ടി പോണോ? ഇങ്ങനെ ഒരു ശവപ്പറമ്പ് ഇവിടെ വന്നിട്ട് ഞങ്ങളൊക്കെ ഈ സ്ഥാപനം പൂട്ടി പോണോ? ഇത് ആധുനിക ഒരു ഞാനൊരു കാര്യം ഈ ടോയ്ലറ്റ് ആധുനികമായിട്ട് അവിടെ ഈ ടോയ്ലറ്റ് നിർമ്മിച്ചു. എത്ര ദിവസം കയറാൻ പറ്റില്ല. ഇവിടെ വരുന്ന 400ഓളം ബസ് തൊഴിലാളികള് മലമൂത്ര വിസർജനം നടത്തുന്ന ഈ പരിസരത്താണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ. മുനിസിപ്പാലിറ്റി നല്ല ജനത്തിന് വന്നിറങ്ങുന്ന ജനത്തിനും ഇവിടുത്തെ ബസ് തൊഴിലാളികൾക്കും മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യം ഫസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു ന്യായപരമായിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഞങ്ങൾ റിപ്പോർട്ട് മറച്ചു വെച്ചിട്ടില്ല. മാഡം വന്നതും ഓക്കെ. ഇതുപോലെ ഒരു യോഗം ഒന്ന് ഈ മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ ഞങ്ങൾ പല തവണ അപേക്ഷിച്ചു. ഞങ്ങളെ വിളിച്ചില്ല. എന്തുകൊണ്ടാണ്? കള്ളത്തരമുള്ളതുകൊണ്ടല്ലേ. ഞങ്ങൾ എത്ര തവണ അപേക്ഷിച്ചു എന്നറിയോ? മുനിസിപ്പൽ അധികാരികളായിട്ട് എല്ലാവരും സെക്രട്ടറിനോട് പോയി അറിയില്ല എന്നാണ് പറയണത്. ആരോപിപ്പിനോട് പോയി അറിയില്ല എന്നാ പറയണേ. ഞങ്ങള് വിവരാവകാശം വഴി മുനിസിപ്പാലിറ്റിക്ക് പേപ്പർ കൊടുത്തിരുന്നു. അതിന്റെ കോപ്പിയിലുണ്ട്. അവരും പറയുന്നത് അറിയില്ല. ലാസ്റ്റ് പറഞ്ഞത് എന്താന്ന് പറയട്ടെ, അടുത്ത ഹിയറിംഗ് ഡേറ്റ് നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ഒരുങ്ങി വന്നോ. ഞാൻ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വന്നോളൂ. ഒരു കുഴപ്പമില്ല. കളക്ടറിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾക്ക് ഈ തീരുമാനം റദ്ദാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിച്ചില്ല. ഞങ്ങൾ വിവരാശനം അവിടെ മേടിക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. നിങ്ങൾ കോടതിയിലേക്ക് പൊക്കോളാൻ അവസാനം പറഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ പോകും, അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മേഡം ഈ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു മിനിറ്റ്, ഈ റെയിൽവേ സ്റ്റേഷനും നമ്മൾ ഈ പണിയുന്ന സ്ഥലം, ഈ സ്ഥലം തമ്മിലുള്ള അകലം 30 മീറ്ററിന്റെ ഉള്ളിൽ വരാം. വികസന പ്രവർത്തനങ്ങൾക്ക് പാടില്ല. പാർക്ക് ഇല്ല. ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. മേഡം ഒന്ന് ഈ റിപ്പോർട്ടർ മൊത്തം നോക്കി എന്തിനങ്ങനെ ചെയ്യുന്നത്? റെയിൽവേ അധികൃതമായിട്ട് ഞങ്ങൾ ഇന്നലെ മൊത്തം സംസാരിച്ചിരുന്നു. തൃശ്ശൂരിലെയും ആലുവയിലെയും തിരുവനന്തപുരത്തെ സാർമാരായിട്ട്. അവർ പറഞ്ഞു ഇതുവരെയ്ക്കും മുനിസിപ്പാലിറ്റിയുടെ പേപ്പർ വന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരത് പൊളിപ്പിക്കുന്നു പറഞ്ഞു. ഏത് നിമിഷവും പൊളിച്ചു കൊടുക്കേണ്ട സ്ഥലത്ത് ലക്ഷങ്ങൾ മുടക്കി എന്തിനാണ് ഇപ്പൊ പണിയുന്നത്? ആയിക്കോട്ടെ, മതി.